ഖുർആനിൽ മാത്രമായിട്ട് കാണുന്ന ഒരു നന്മ നിങ്ങൾ പറഞ്ഞേ, ഒരെണ്ണം. മരണശേഷമുള്ള ജീവിതം. മരണശേഷമുള്ള ജീവിതം എന്താ ഇത്ര നന്മ? മരണശേഷമുള്ള ജീവിതം സ്വർഗത്തിൽ ഹിന്ദുക്കൾ എത്തുമോ? സ്വർഗത്തിൽ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഉണ്ടോ? സ്വർഗത്തിൽ ഹിന്ദുക്കൾക്ക് പ്രവേശനം. ഹിന്ദു എന്ന് പറഞ്ഞാല് ഉണ്ടോ ഇല്ലേ? ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്ത്? ഹിന്ദുക്കൾക്ക് പ്രവേശനം ഉണ്ടോ ഇല്ലേ? ഹിന്ദുക്കൾക്ക് പ്രവേശനം ഉണ്ടാകാം, ഉണ്ടാകില്ല. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഞങ്ങളുടെ വകയിലൊരു ജ്യേഷ്ഠനായിട്ട് നിങ്ങൾ സ്വർഗത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല അത്. ഞാൻ വീണ്ടും അതിനിപ്പോ ഉസ്താദ് പറയുന്നത് ഞാൻ വേണമെങ്കിൽ പറയുന്ന ഉസ്താദ് പറയുന്നത്. ഉസ്താദ് എന്താ ആകാശത്ത് നിന്ന് എടുത്തിട്ടാണ് പറയുന്നത്? അവര് ഖുർആനിലുള്ള കാര്യമല്ലേ പറയണത്? എടുക്കൂലേ? മദ്രസിൽ പഠിപ്പിക്കുമ്പോ ഹിന്ദുക്കൾ നരകത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതന്നെ നമ്മളും പറഞ്ഞുള്ളൂ. അതങ്ങനെ തന്നെയാണ് ഇസ്ലാമിലുള്ളത്. ഇബ്ലീസ് വഴി തെറ്റും എന്ന് അള്ളാഹുവിന് അറിയുമായിരുന്നോ ഇല്ലേ? അതിപ്പോ അള്ളാഹു അറിയാത്തൊരു കാര്യമില്ലല്ലോ. ആ വഴി തെറ്റിച്ചത് ആരാണ്? അപ്പൊ വഴി തെറ്റിച്ചത് അവന്റെ അഹങ്കാരാണ്. ഇബ്ലീസിന് അഹങ്കാരം ആരാ കൊടുത്തത്? അവന് തെരഞ്ഞെടുത്തത്. അതെ, ആ തെരഞ്ഞെടുക്കാനുള്ള ബുദ്ധി ആരാ ഇബ്ലീസിന് കൊടുത്തത്? ആ ബുദ്ധി കൊടുത്തത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു കൊടുത്ത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു കൊടുത്ത അവസരത്തിൽ അതിന് അഹങ്കാരം കാണിച്ച് എന്നിട്ട് വഴി തെറ്റി എന്ന് പറയുമ്പോൾ അത് അള്ളാഹു തന്നെയല്ലേ വഴി തെറ്റിച്ചത്? അപ്പൊ അള്ളാഹുവിന് ഇബ്ലീസിനെ വഴി തെറ്റിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ബുദ്ധി കൊടുക്കാതിരുന്നാ പോരായിരുന്നോ? സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗം. ശരി. സ്വർഗത്തിൽ എന്തൊക്കെയുള്ള? ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇല്ല. നിങ്ങളൊന്ന് പറഞ്ഞ എന്തൊക്കെയുള്ള സ്വർഗത്തിൽ എന്തൊക്കെയുള്ളതെന്ന് പറയൂ. സ്വർഗത്തില് സമാധാനമുള്ളൂ. സമാധാനം എന്താ ഇവിടെ കിട്ടില്ലേ? സമാധാനം എനിക്കൊക്കെ നല്ല സമാധാനം ഇവിടെ കിട്ടും. ഇവിടുത്തെ കുറച്ച് അധികം കിട്ടും. അവിടെ ഇപ്പൊ ആവശ്യത്തിലധികം സമാധാനം ഉണ്ട്. പിന്നെ എന്തിനാ എനിക്കിപ്പോ അവിടെ പോയിട്ട് സമാധാനം? അവിടെ ഇവിടെ കാണോ അവിടെ വേണോ? പോവല്ലോ. നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ സമാധാനം കിട്ടിയിട്ട് എന്താ കാര്യം? ജീവിച്ചിരിക്കുമ്പോഴല്ലേ സമാധാനം കിട്ടണ്ടേ? കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. കംസന് കൃഷ്ണനെ പോലെ, രാവണന് ശ്രീരാമനെ പോലെ, പരേപുരികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തവനാണ് മുരുകൻ. നിങ്ങൾക്ക് ജീവനില്ലല്ലോ, പിന്നെന്തൊട്ടിനാ സമാധാനം? ജീവനില്ലാത്തത് എങ്ങനെ? ബോഡിക്കല്ലേ ജീവനില്ലാത്തത്? ബോഡിക്കല്ലേ ജീവനില്ലാത്തത്? പിന്നെന്തിനാ ജീവനുള്ളത്? നമ്മളാ ബോഡിക്കല്ലേ ജീവനില്ലാത്തത്? പിന്നെ ജീവനുള്ള ഒരു സത്ത ഉണ്ടല്ലോ. സത്തയോ? അതെന്തോട്ടാ? ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അതിന് എല്ലാ കാര്യവും ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളലല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ എന്താ സാധനം? റൂഹ് എന്ന ആത്മാവ് എന്ന സാധനം ഉണ്ട്. എവിടെ ഉണ്ട്? അതിപ്പോ നമ്മളെ ശരീരത്തിലില്ലേ? ശരീരത്തിൽ എവിടെ? കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ. ഇത് എവിടെയെന്ന് കേട്ടെങ്കിൽ നമുക്ക് ഇപ്പൊ അത് ഒരു ശാസ്ത്രമോ എന്തോന്നും കണ്ടുപിടിക്കാത്തൊരു സാധനം എന്ന് വെച്ചാ. അപ്പൊ അത് സാധനം ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. അത് നമുക്ക് പറഞ്ഞു തന്നില്ലേ? അറിവില്ല നമുക്ക്. ആര് പറഞ്ഞു തന്നു? ശാസ്ത്രം എന്ന് പറയുന്നില്ലേ? ശാസ്ത്രം പറഞ്ഞു തന്നോ റൂഹ് ഉണ്ടെന്ന്? അല്ല, ആത്മാവുണ്ടെന്ന് പറയുന്നില്ല. എവിടെ? ശാസ്ത്രം എവിടെ പറഞ്ഞു? ഞാൻ കുറെ പഠിച്ചാണല്ലോ, ശാസ്ത്രത്തിൽ ഒന്നും അത് കണ്ടില്ലല്ലോ. നിങ്ങൾ ഏത് ശാസ്ത്രത്തിന്? മദ്രസ ശാസ്ത്രമാണോ പറയുന്നത്? എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. നിങ്ങൾ നേരായ മാർഗത്തിലേക്ക് വരി. ഏതാണ് ഈ നേരായ മാർഗം? നേരായ മാർഗം എന്ന് പറയുന്നത് ചിരിക്കാത്ത കാര്യം പറയൂ. ഞാൻ പഠിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മദ്രസ വിദ്യാർത്ഥിയാണ്. നേരായ മാർഗം എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിക്കണം. നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിക്കണം. ബുദ്ധി കൊണ്ട് ആലോചിക്കണം. കള്ള് കുറെ നാള് കുടിച്ചാൽ കള്ള് ശരിയാവോ? കുറെ നാള് മുസ്ലിം ആയിട്ട് ഇരുന്നാൽ ഇസ്ലാം ശരിയാവോ? ഇസ്ലാം തെറ്റുണ്ടോ? ഇസ്ലാമിൽ എന്തോരം തെറ്റുണ്ട്. ഒരു തെറ്റ് പറഞ്ഞത് ഇപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രകാരം ഭാര്യ പഠിപ്പിക്കുന്നത് അത് ശരിയാണ്? അത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഉണ്ടല്ലോ. വാപ്പ വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പ വാപ്പയാവൂല. വാപ്പാടെ വാപ്പാനെ പോലത്തെ വാപ്പയാണ് വാപ്പ. ഇത് ഉസ്താദുമാരാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഖുറാനിന്ന് വായിച്ചു തരാം. ഖുറാനിന്നാ?
അത് എവിടെങ്കിലും ചിലപ്പോ ഇത് അതെങ്ങനെ? വ്യാഖ്യാനം അങ്ങനെ തർജ്ജമ ചെയ്യുന്നിടത്തേക്ക് അങ്ങനെ ആരെങ്കിലും വേണ്ട, ഇതാക്കിയിട്ടുണ്ടാവും. ഞാൻ അറബിയിൽ വായിച്ചാൽ നിങ്ങൾ മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ മതി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. പറ്റുമോ? എനിക്ക് മലയാളം ഒന്നും അറിയില്ല അങ്ങനെ അത് ശരി. അപ്പൊ നിങ്ങൾക്ക് അറബിയും അറിയില്ല, മലയാളത്തിൽ പറഞ്ഞാൽ അത് അല്ല, മലയാളത്തിൽ അറബിയിൽ തെറ്റാണെന്ന് അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോ അറിയാത്ത സാധനം ഏത് നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. എനിക്കറിയില്ല, അതിനെ കുറിച്ചിട്ട് അറിയില്ല. അത് ഞാൻ വായിച്ചു തരാം. ഞാൻ പറഞ്ഞത് ഭാര്യ തല്ലാൻ പറഞ്ഞു പറയുന്നത് വ്യാഖ്യാനം ഇങ്ങനെ വ്യാഖ്യാനല്ല, ആൾക്കാർ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടാവും. ദുർവ്യാഖ്യാനല്ല. ഞാൻ പറഞ്ഞത് ഖുർആനിലെ ആയത്തിന്റെ കാര്യമാണ്. ആ അതെടുക്കട്ടെ ഒരെണ്ണം. ആ ആ ഉം? ഖുറാനിലെ ആയത്താ? ആ ആ എടുക്കട്ടെ. അറബിയിൽ വേണോ, മലയാളത്തിൽ വേണോ, ഇംഗ്ലീഷിൽ വേണോ, ഏത് ഭാഷയിൽ വേണം? മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ? ഇതൊന്ന് കാസ്റ്റ് മലയാളം മതി. പാടാം. അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അവരെ ചെയ്തു കൊള്ളുക. കേട്ടോ? അതെയാ? ആ അതേ ഒന്നു. എന്ന് പറയുന്ന അള്ളാഹുവിനോട് നിങ്ങൾക്ക് എന്താ ഇപ്പൊ തോന്നുന്നത്? ഖുർആന് ഇപ്പൊ പറഞ്ഞത് എനിക്ക് ഇത് മാത്രമല്ല. നിങ്ങൾ വിഷമിക്കല്ലേ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് യോജിപ്പില്ല. വളരെ നല്ല മനുഷ്യനാണ് നിങ്ങൾ, തങ്കപ്പെട്ട മുത്തുക്കോയാണ് നിങ്ങൾ. അങ്ങനെ പറയുന്ന ഒരു ദൈവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു നല്ല ദൈവമാണോ? അത് ദൈവം പറയല. ഇതല്ല ഇപ്പൊ ഞാൻ വായിച്ചതാ. ഇതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ എടുക്കാൻ പറഞ്ഞ അതുകൊണ്ടാ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഇപ്പൊ നിങ്ങൾ മാറ്റി പറയാണ്. ഞാൻ ഖുർആനീന്ന് അതിൽ എഴുതി വെച്ചിരിക്കുന്നതിന്റെ മാനയാണ് ഞാൻ വായിച്ചത്, അർത്ഥം. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. നിങ്ങൾ തള്ളുമോ ഇല്ല? അത് നമ്മൾ അറിവിൽ പെട്ടതല്ലോ. നിങ്ങളെ അറിവൊക്കെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ഇന്ത്യൻ നിയമ പുസ്തകം ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് എടുത്തു തരാണ്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ പുസ്തകം എന്ത് ചെയ്യും? ആ പുസ്തകം നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറയും. ഇതെ ഖുർആനിൽ അങ്ങനെ ഒരു നിയമം എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങൾ ആ ഖുർആൻ എന്ത് ചെയ്യും? ഖുർആൻ എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ഭരണ ഒരു മനുഷ്യനെ. അപ്പൊ ഖുർആനിൽ തെറ്റായ കാര്യം പറഞ്ഞ സംഗതി വെച്ച് നമ്മൾ എന്ത് പറയും? പടച്ചോൻ പറഞ്ഞത് തെറ്റാണെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ നിങ്ങൾ ഈ ഖുർആനിലെ വിശ്വസിച്ചില്ലേ? ഞാൻ എന്തിനാ വിശ്വസിക്കുന്നത്? ഖുർആനിൽ ഇങ്ങനെ ഉണ്ട്, അതുകൊണ്ട് അത് വിശ്വസിക്കില്ല, അത് മനുഷ്യൻ എഴുതിയതാണെന്നല്ലേ നമ്മൾ പറയുന്നത്. കേട്ടോ ബാലു, നിങ്ങൾക്ക് ഇന്ത്യൻ കിതാബില് ഒരു നിയമത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെ തള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ മാനസികമായി ദൈവത്തിന് തെറ്റ് പറ്റേല. ഓക്കെ, അപ്പോ നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ തെറ്റ് വെച്ചത് ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ തെറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ നിന്നിട്ടുള്ളത്. ഇത് തെറ്റല്ലേ? ഇത് തെറ്റല്ലേ? തെറ്റാണോ അല്ലേ? അത് തെറ്റാണ്. അപ്പൊ പിന്നെ അത് പടച്ചോനല്ലേ പറഞ്ഞത് ഖുർആനില്? ഒരു ദൈവം എന്ന് പറയുന്നത് ഒരാളെ തല്ലാൻ പറയില്ല. ഇതിലല്ലേ ഞാൻ വായിച്ചത്? അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ആദ്യം ഉപദേശിക്കുക, എന്നിട്ട് അവരെ കിടപ്പറയുന്ന വിട്ടു നിൽക്കുക, എന്നിട്ടും അവർ ശരിയായില്ല എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് ആരാ? ഓപ്ഷൻ വേണോ? ഓപ്ഷനാ. ഈ ഖുർആനിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ആരാണ് എഴുതി പിടിപ്പിച്ചത്? ഇത് ആര് പറഞ്ഞതായിട്ടാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്നത്? ഇത് മോദി പറഞ്ഞാണോ? ഇത് മുഹമ്മദ് നബിക്ക് ഇറക്കിയ ഒരു കിതാബല്ലേ? ആരാണ് കൊടുത്തത് കിതാബ്? ആ സമയത്ത് കുറച്ച് ആൾക്കാരുണ്ടായി. ആ സമയത്ത് നിയമം വെച്ചാൽ ഇത് ഇന്നത്തേക്കുള്ളതല്ല അന്നത്തേക്കുള്ളതാണെന്ന് അതാണ് ഉദ്ദേശിച്ചത്? ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ആയിരിക്കും. അതെങ്ങനെയാ? അപ്പൊ ഖുർആൻ ഈ ലോകത്ത് ഇനി വരാനിരിക്കുന്ന ആളുകൾക്ക് ഉള്ളതാണെന്നല്ലേ പറഞ്ഞേ? ഇനി വരാനുള്ളവർക്കായിട്ട് വേറെ വചനങ്ങളായിരിക്കാം. അതേതൊക്കെയാണ് ആ വചനം? അതൊന്ന് കാണിച്ചു തരുമോ? ഏതൊക്കെയാണ് ഇപ്പോൾ ഉള്ള ആളുകൾക്ക്, ഏതൊക്കെയാണ് നാളെയുള്ള ആളുകൾക്ക്, ഏതൊക്കെയാണ് മറ്റന്നാൾക്കുള്ള ആയത്ത് എന്ന് എവിടെയാണ് ഖുർആനിലുള്ളത്? ഒന്ന് കാണിച്ചു തരുമോ? ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. നിങ്ങൾ പറയൂ. ഇതിപ്പോ പടച്ചോൻ പറഞ്ഞത് തെറ്റാണ് നിങ്ങൾ എന്നെ സമ്മതിച്ചു, ശരിയല്ല നിങ്ങൾ പറയുന്നു. അപ്പൊ പടച്ചോൻ അങ്ങനെ പറയണത് ശരിയാണോ? എന്തുട്ട് പടച്ചോനത്? അജയ് ഇത്രക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് പടച്ചോൻ? പടച്ചോൻ പറഞ്ഞ എന്ത് മണ്ടത്തരായാലും അതും അംഗീകരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് ഇത്രക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി? അത്
പിന്നെ അല്ലേ? അതേ ഇപ്പൊ ഒരേ മാറ്റിയോ? കാര്യത്തിന് ഞാൻ പൊടിച്ചിരുന്നു. അത് ഒരേ കാര്യം നമ്മൾ പിടിക്കുമല്ലോ. നിങ്ങളല്ലേ എന്നോട് ചോദിച്ചത് ഇസ്ലാമിലെ തെറ്റിനൊരു ഉദാഹരണം. ആ ഉദാഹരണം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ അത് ഒരെണ്ണം പറഞ്ഞു എന്നായിപ്പോ. നിങ്ങൾ ഉദാഹരണം ചോദിക്കുമ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ അതായോ തെറ്റ്? അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഉദാഹരണമാണോന്നില്ല, വേറെ ഒന്നും പറഞ്ഞില്ല. വേറെ ഭക്ഷണം കഴിക്കണോ? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇനിയും ഈ ഉദാഹരണം ചോദിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇനി ഉദാഹരണം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വിമർശന ബുദ്ധിയോട് കൂടി കാണണോണ്ട് കണ്ടു എന്നല്ലേ ഇപ്പൊ നിങ്ങൾ പരാതിയായിട്ട് പറഞ്ഞേ. നിങ്ങളപ്പോൾ എന്തുകൊണ്ട് ഇത്ര നാളായിട്ട് ഇത് കാണാഞ്ഞത്? ഈ ഖുറാനിൽ ഇത് എഴുതി വെച്ചത് പൊന്നു സുഹൃത്തെ ഒരു ദൈവത്തിന് പറയാൻ കൊള്ളുന്ന കാര്യമാണോ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്? നല്ലൊരു കാര്യം എടുത്തെങ്കിൽ നിങ്ങൾ അതിനെ നിഷേധിക്കുന്നതിന് ഖുർആനിൽ ഒരു നല്ല കാര്യമുണ്ട് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഖുർആനിൽ മാത്രമായിട്ട് എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിലല്ലേ അതിനൊരു വലിയ എന്തെങ്കിലും ഒരു ഗുണമായിട്ട് നമുക്ക് പറയേണ്ടുള്ളൂ. ഖുർആനിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു നന്മയും കാണാൻ കഴിയില്ല. എന്നാൽ ഖുർആനിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് തിന്മ കാണാൻ കഴിയും. അതാണ് ഖുർആനെ പ്രശ്നമാക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? അത് ശരിയാ, അത് ശരിയാ. ഒന്നെ ഒന്നാണോ? എത്ര സൃഷ്ടികർത്താവ് ഒന്നാണെന്ന് നീ കർത്താക്കൾ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? കർത്താക്കളിലോ അതിപ്പോ അങ്ങനെ ചോദിക്കുന്നത് ദൈവം ഒന്ന് പറഞ്ഞിട്ടായിട്ട് പിന്നെ അതിന് പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എത്ര പ്രധാനമന്ത്രിമാരുണ്ട് അവിടെ? അതിന് സൃഷ്ടി കർത്താവ് വേറെ ഇല്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞല്ലേ, ഖുറാനി പറഞ്ഞാണ്. നിങ്ങൾ പറയണ ഒന്നേ ഉള്ളൂ, അള്ളാഹു പറയണ കുറെ ഉണ്ടെന്ന്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയാം. ശരിയാവല ഖുറാനെ പിടിച്ചിട്ട് വഴി തെറ്റിയെങ്കിൽ ശരിയാവല. ഇത് ഖുറാനിൽ എഴുതി വെച്ച കാര്യം പറയണത്. അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും പല സാധനങ്ങളെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ വലിയൊരു ശതമാനം ആളുകളെയും നരകത്തിലേക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ആരൊക്കെയാണ് അവിടെ എത്തുക എന്ന് വരെ നിശ്ചയിച്ചിട്ടുണ്ട്. താൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുമെന്നും താൻ ഉദ്ദേശിക്കുന്നവരെ ദുർമാർഗികളാക്കുമെന്നും കൂടി പടച്ചവൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതറിയൂ? താൻ ഉദ്ദേശിച്ചതിൽ അത് തെരഞ്ഞെടുത്ത വഴി താൻ ഉദ്ദേശിച്ചവനെ ദുർമാർഗത്തിലേക്കും താൻ ഉദ്ദേശിച്ചവനെ നേർമാർഗത്തിലേക്കും നയിക്കും എന്നാണ് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് അള്ളാഹു. ഞാൻ നേർമാർഗത്തിൽ പോയി. നിങ്ങൾ നേർമാർഗത്തിൽ ഉദ്ദേശിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അള്ളാഹു എന്ത് ഉദ്ദേശിച്ചു എന്നുള്ളതാണ് വിഷയം. അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ഷക്കീല പടം കാണുമെന്നാണ്. അപ്പൊ ഞാൻ നേരായ മാർഗത്തിൽ പോയത് ഒരു കാര്യമില്ല. നിങ്ങൾ അവിടെ പോയിട്ട് നരകത്തിൽ കിടക്കും. നിങ്ങൾ എത്ര നന്മ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. എന്തൊരു ബുദ്ധി ഇത്! ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാമിലെ പൊള്ളത്തരം പറയുന്നത്. ഒന്നും പഠിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഖുറാനെ തള്ളുകയാണ്. വിധി വിലക്കിനെ നിങ്ങൾ ചോദ്യം ചെയ്യാണ്. വിധി വിലക്കിനെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അള്ളാഹുവിന്റെ ആ വിധി വിലക്ക് എന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾ പുച്ഛിക്കുകയാണ്. വളരെ മോശം. നിങ്ങൾ എന്തൊട്ട് പോയാണ്? എനിക്കെല്ലാമായി തൃപ്തിയായി. ഇപ്പൊ നിങ്ങൾ ഓട്ടോറിക്ഷ ഓടിച്ചു പോവാണ്. ഓക്കെ, നിങ്ങളൊരു ടി ജംഗ്ഷനിൽ നിൽക്കുകയാണ്. അള്ളാഹുവിനെ അറിയാം നിങ്ങൾ വലത്തോട്ട് തിരിയുമെന്ന്. നിങ്ങൾക്ക് ഇടത്തോട്ട് തിരിയാൻ പറ്റുമോ? അള്ളാഹുവിന് വലത്തോട്ട് തിരിയുമെന്ന് അറിയും. നിങ്ങൾക്ക് ഇടത്തോട്ട് തിരിയാൻ പറ്റുമോ? നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് നിങ്ങൾക്ക് ഇടത്തോട്ട് തിരിയാൻ പറ്റുമോ? അഹങ്കാരം കൊണ്ടാ? നിങ്ങൾ ഇബിലീസാണെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ അപ്പൊ പടച്ചോൻ വിചാരിച്ചിരിക്കുന്നത് വലത്തോട്ട് തിരിയുന്നു. നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരം കൂടെ ഇടത്തോട്ട് തിരിയുന്നു. അങ്ങനെ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ പടച്ചോൻ അവിടെ എല്ലാം അറിയുന്നവൻ എന്ന് പറയുന്നത് അപ്പൊ പാളിപ്പോയില്ലേ? അള്ളാഹുവിനെ നിങ്ങൾ ഇടത്തോട്ട് തിരിയും. അതാ പറയണ. അള്ളാഹുവിനെ അപ്പൊ നിങ്ങൾ ഇടത്തോട്ടാണ് തിരിയാന്ന് അറിയില്ല എന്നല്ലേ വരുന്നത്? അള്ളാഹുവിനപ്പൊ ഇടത്തോട്ട് നിങ്ങൾ തിരിയുമെന്ന് അറിയില്ല എന്നല്ലേ അവിടെ വന്നത്? പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. എല്ലാരും വിളിച്ചു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.